പ്രിയപ്പെട്ടവരെ, ഒരു വഴിയും കുറേ നിഴലുകളും മനസ്സിലെ നൊമ്പരത്തെ ഇത്രയേറെ ഭംഗിയായി അവതരിപ്പിക്കാൻ രാജലക്ഷ്മിക്ക് കഴിയുന്നുണ്ടല്ലോ എന്നാണ്. തനിക്ക് പ്രിയപ്പെട്ട അല്ലെങ്കിൽ താൻ തൻ്റേതെന്ന് സ്വപ്നം കണ്ടിരുന്ന, സ്നേഹിച്ചിരുന്ന ആ വൃദ്ധനായ വെളിച്ചപ്പാട് മരിച്ചപ്പോൾ കുട്ടിക്കുണ്ടാകുന്ന വേദന വളരെ മനോഹരമായി കഴിഞ്ഞ ലക്കത്തിൽ വരച്ചു കാട്ടി നിങ്ങൾ കണ്ടതാണ്. അവിടെ നിന്ന് വീണ്ടും നമ്മൾ തുടങ്ങുന്നു. മുറിവിണങ്ങാൻ കുറേ ദിവസം പിടിച്ചു. കാവിൻ്റെ നടക്കിൽ കൂടി കടന്നു പോകുമ്പോൾ ആ കുടിലിനകത്തേക്ക് ഒന്ന് കയറി നോക്കാതെ പോകാൻ സാധിക്കാറില്ല. ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല, പഴയ പദവി വിടാൻ പറ്റാത്തത് കൊണ്ട് മാത്രം. നേരമില്ലാത്ത നേരത്ത് കുന്നിൻപുറത്ത് കയറി നിൽക്കുന്നതിന് ശകാരം കേൾക്കുന്നത് നിത്യസംഭവമായിരിക്കുകയാണ്. പക്ഷേ അവിടെ ചെന്ന് നിൽക്കാതെ വയ്യ, അതൊരാവശ്യമാണ്. പരന്ന മൊട്ടപ്പറമ്പിൻ്റെ മാറിൽ വരണ്ട കാറ്റിൻ്റെ സംസ്പർശത്തിൽ ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത പരിലാളനകളുടെ ആശ്വാസം അനുഭവിക്കുകയായിരുന്നു അവൾ. ദിവസങ്ങളങ്ങനെ കടന്നുപോയി. ഒരു ഞായറാഴ്ച ഉച്ചയ്ക്ക് വേറെ ജോലിയൊന്നുമില്ലാതെ അടുക്കള ഉമ്മറത്ത് ചെന്ന് ചുറ്റിപ്പറ്റി നിൽക്കുകയായിരുന്നു. മഴുക്കൈ ഉടിച്ചു കളഞ്ഞ ചെട്ടിച്ചാരെ പ്രാകിക്കൊണ്ട് കുഞ്ഞിയമ്മ ഇരുന്ന് മടവാള് വെച്ച് വെട്ടി നാളികേരം പൊതിക്കാൻ ശ്രമിക്കുകയാണ്. വശമില്ലാത്തത് കൊണ്ട് പൊളിക്കലല്ല, ശകാരമാണ് മുറയ്ക്ക് നടക്കുന്നത്. ചകിരി ചതഞ്ഞ് പഞ്ഞിയാവുകയല്ലാതെ വിട്ടുവരുന്ന ലക്ഷണമില്ല. കുന്നിൻപുറത്ത് ദൂരെ പരിചയമില്ലാത്ത ആളുകൾ വരുന്നത് കണ്ട് മണി വേലിക്കലേക്ക് ചെന്നു. പെട്ടിയും കിടക്കയുമായി മമ്മാലിയും വേറൊരു കൂലിക്കാരനുമാണ് മുമ്പിൽ. നീല ട്രൗസറും വെള്ള ഷർട്ടുമിട്ട ഒരു കുട്ടി പിന്നാലെ. പിന്നെ ചെറിയമ്മയുടെയൊക്കെ പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ, കൂടാതെ ഒരു പുരുഷനും. വണ്ടി ഇറങ്ങി വരികയാണ്. ആരാ കുഞ്ഞിയമ്മയത്? അവൾ താഴത്തേക്ക് വിളിച്ചു ചോദിച്ചു. നാളികേരവുമായി മല്ലിടൽ നിർത്തിയിട്ടല്ല അവർ. വഴിയിൽ പോണവരെയൊക്കെ ഞാനറിയോ, നല്ല കൂത്ത്. പുതിയ കൂട്ടർ ഇടവഴി ഇറങ്ങി വേലിക്കപ്പുറത്തേക്ക് അടുത്തായി. ആ, അമ്മുക്കുട്ടിയമ്മയല്ലേ അത്? അവരെപ്പോഴേ വന്നത്? നാളികേരപ്പണി മതിയാക്കി കുഞ്ഞിയമ്മയും പോന്നു വേലിക്കലേക്ക്. ഇപ്പോഴല്ലേ വരുന്നത്, കണ്ടുകൂടെ? ആരാ അത്രേ ഈ അമ്മുക്കുട്ടിയമ്മ? അമ്മൂട്ടിയമ്മേ, മണിക്കുട്ടിയുടെ ചെറിയമ്മയാ അത്, അമ്മു ചെറിയമ്മ. ഇവിടുത്തെ ചെറിയമ്മയുടെ അനിയത്തിയാ? അല്ല, ഇത് മണിക്കുട്ടിയുടെ അച്ഛൻ്റെ കൂടപ്പിറപ്പാ. അവരാങ്ങളെയും പെങ്ങളെയും കൂടി രണ്ടാളല്ലേ ഉള്ളൂ. മറ്റതാരാ? അവരുടെ മോനായിരിക്കും. എന്തു മുതിർന്നു. ഞാൻ കാണുമ്പോൾ പിടിച്ചു നടക്കും, അത്രേ ഉള്ളൂ. എന്ത് ചന്തമായിരുന്നു കാണാൻ. മറ്റതോ? ആ കുട്ടീൻ്റെ അച്ഛൻ. അവരിങ്ങോട്ട് വരില്ലേ കുഞ്ഞിയമ്മേ? അമ്മുച്ചെറിയമ്മയുടെ മകനെ ഞാൻ എന്താ വിളിക്കുക? ഏട്ടാന്ന് വിളിക്കണം, അല്ലാണ്ട് അവരിങ്ങോട്ട് വരുമോ ആവോ? കഴിഞ്ഞ കുറി വന്നപ്പോൾ. ഇപ്പോൾ പിന്നെയും കൊല്ലം 8-10 കഴിഞ്ഞില്ലേ? വേലിക്കൽ നിന്ന് അവർ സംസാരിച്ചത് കുറച്ച് ഉറക്കെ ആയി കാണും. ചെറിയമ്മ തിരിഞ്ഞു നോക്കി. കണ്ടാൽ കഷ്ടം തോന്നുന്ന മുഖം, പൊക്കവും വണ്ണവും ഒന്നുമില്ല അവർക്ക്. അവർ തിരിഞ്ഞു നിൽക്കുന്നത് കണ്ട് ഏട്ടന് നിന്നു, ഏട്ടൻ്റെ അച്ഛനും. അദ്ദേഹം അവളെ നോക്കി കറുത്ത് ഭംഗിയില്ലാത്ത മുഖം മുഴുവൻ തെളിയിക്കുന്ന ഒരു ചിരി ചിരിച്ചു. അകത്തു നിന്ന് വിളിക്കുന്നത് കേട്ട് കുഞ്ഞിയമ്മ പോയി. അവർ നടന്ന് പള്ളിയാലും കഴിഞ്ഞ് പോകുന്നത് വരെ അവൾ വേലിക്കൽ തന്നെ നോക്കി നിന്നു. അതിപ്പിന്നെ ദിവസവും വൈകുന്നേരം കൊച്ചച്ഛനും മകനും കൂടെ നടക്കാൻ പോകുന്നത് കാണാം. തോട് കഴിഞ്ഞ് പാടത്തിനപ്പുറത്താണ് അവരുടെ വീടെന്ന് കുഞ്ഞിയമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അച്ഛൻ മകൻ്റെ കൈ പിടിച്ച് വർത്തമാനം പറഞ്ഞ് ചിരിച്ച് നടന്നു പോകുന്നത് നോക്കിക്കൊണ്ട് അവൾ പടിഞ്ഞാറേ തൊടിയിൽ കയറി നിൽക്കും. അവളെ കണ്ടാലുടൻ അദ്ദേഹം ഒരു വെളുത്ത ചിരി ചിരിക്കും. ആ ചിരി കിട്ടാൻ വേണ്ടി തൊടിയിൽ കാത്തു നിൽക്കാൻ തുടങ്ങി അവൾ. ചിലപ്പോൾ കടന്നു പോകുമ്പോൾ എന്തെങ്കിലും വിളിച്ച് ചോദിക്കും. അവർ നാട്ടിലെത്തി 2-3 ആഴ്ച കഴിഞ്ഞു. ഒരു ദിവസം വിചാരിച്ചിരിക്കാതെ അമ്മുച്ചെറിയമ്മ വീട്ടിൽ കയറി വന്നു. കാവിൽ കുളിച്ച് തൊഴുതു വരുന്ന വഴിക്ക് കൂടെ മകനുമുണ്ട്. അവളും ഗോപുവും ഉമ്മറത്തെ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു. അച്ഛൻ വീട്ടിലില്ല. ഏട്ടനെ അവരുടെ കൂടെ വിട്ട് അമ്മുച്ചെറിയമ്മ അകത്ത് കയറിപ്പോയി. ദിവസേന കാണാറുണ്ടെങ്കിലും പരിചയമായിട്ടില്ല. കുറച്ചു നേരത്തെ വല്ലായ്മയ്ക്ക് ശേഷം അവൾ പറമ്പ് കാണാൻ പോകാമെന്ന് ക്ഷണിച്ചു. ഏട്ടൻ സമ്മതിച്ചു കൂടെ ചെന്നു. അടുക്കള ഉമ്മറത്തേക്കാണ് അവൾ നേരെ കൊണ്ടുപോയത്. കുഞ്ഞിയമ്മ പശുവിനെ കറന്നു വരികയായിരുന്നു. ഇതാരാ വന്നിരിക്കുന്നത്? അവർ ഉടനെ തുടങ്ങി. തന്നെയുള്ളൂ, അമ്മ പോന്നില്ലേ? ഉണ്ട്, അകത്തുണ്ട്. തൊഴുതു വരണ വഴിയായിരിക്കും ഇല്ലേ? അതെ. കുട്ടൻ്റെ പേരെന്തെന്നാ? വിക്രമൻ.
പേരവൾക്ക് പിടിച്ചു. വിക്രമേട്ടൻ കൊള്ളാം. അമ്മ ചെറിയമ്മ അപ്പ എന്നാണ് വിളിക്കുന്നതെന്ന് കേട്ടത്. അപ്പേട്ടൻ എന്നാണ് എളുപ്പം. കുഞ്ഞമ്മ പാൽപാത്രം ഇറയത്ത് വെച്ച് അവളെ ഏട്ടൻ്റെ അടുത്തേക്ക് നീക്കി നിർത്തി. നല്ല ചേർച്ച, ഒരു ചായ തന്നെ രണ്ടുപേരും. അത് വാസ്തവമാണെന്ന് അവൾക്കും തോന്നി. എന്നും കണ്ണാടിയിൽ കാണാറുള്ള അതേ നെറ്റിയും മൂക്കും കണ്ണും ആണ് ഏട്ടന്. അമ്മച്ചായയാണ് കുട്ടൻ, അവർ തുടർന്നു. ഏട്ടൻ ഒന്നും പറഞ്ഞില്ല, ചിരിച്ചുകൊണ്ട് നിന്നു. കുട്ടൻ്റെ മുറപ്പെണ്ണ ഇത്. അതിൻ്റെ അർത്ഥം അവൾക്ക് മനസ്സിലായില്ല. അപ്പേട്ടന് മനസ്സിലായോ എന്തോ. കുഞ്ഞമ്മയോട് ചോദിക്കാൻ തുടങ്ങുമ്പോഴേക്കും മറത്തു നിന്ന് അമ്മച്ചിറമ്മയുടെ നേരത്തെ ശബ്ദം കേട്ടു. അപ്പേ പോവാൻ നമുക്ക്. ഒരു 15 മിനിറ്റ് കൂടി നിന്നില്ല. ഇത്ര ധൃതി എന്താണോ ഇവർക്ക്. അതിപ്പിന്നെ സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും വല്ലപ്പോഴുമൊക്കെ വഴിയിൽ കാണും അപ്പേട്ടനെ. കണ്ടാൽ ഒന്നിച്ചാണ് പോരുക. പിന്നീട് വീട്ടിൽ വന്നിട്ടില്ല. അവിടെ നിന്ന് ആരും അങ്ങോട്ട് പോവുകയുണ്ടായില്ല. അങ്ങനെ മകരമാസം വന്നു. കാവിൽ ചുറ്റുവിളക്കും വേലയുമാണ്. സന്ധ്യയ്ക്ക് ചെറിയമ്മ തൊഴാൻ കൊണ്ടുപോകും. വിളക്കും നിറമാലയും എല്ലാം അങ്ങനെ കുറേ നേരം കാണാം. വേല ദിവസമായി. അച്ഛനെത്തിയില്ല. വന്നിട്ട് ഒരാഴ്ചയായി. അച്ഛനുണ്ടെങ്കിൽ കൂത്തുപറമ്പിൽ കൊണ്ടുപോയില്ലെങ്കിലും നിരത്തുവക്കത്തെ വാണിയൻ്റെ പീടികയുടെ മുകളിലെങ്കിലും കയറ്റി നിർത്തും. കൊണ്ടുപോയാക്കിയിട്ട് അച്ഛൻ പോവും. വെളുപ്പാങ്കാലത്ത് വിളിക്കാൻ വരും. അവളും ഗോപുവും അവിടെ തന്നെ ഇരിക്കും. ചിലപ്പോൾ വേറെയും കുട്ടികളും അമ്മമാരും ഒക്കെ കാണും. അവിടെ നിന്നാൽ കാളയിറക്കുന്നതും കളിയും എല്ലാം കാണാം. കൂത്ത് കാണാൻ പറ്റിയില്ല, അതിനടുത്ത് തന്നെ നിൽക്കണം. എന്നാലും കാളക്കളിയെങ്കിലും കാണാമല്ലോ. അതെങ്കിൽ അത്. ഇക്കൊല്ലം അതും തരമാവുമെന്ന് തോന്നുന്നില്ല. അച്ഛൻ വരാതെ ആര് കൊണ്ടുപോകും? വലിയ തിരക്കാണ്. അതാണ് അച്ഛൻ വരാത്തതെന്നൊക്കെ ചെറിയമ്മ പറയുന്നത് കേട്ടു. ഒരു ദിവസം അവധിയെടുത്ത് വന്നിരുന്നെങ്കിൽ. ഉച്ചയായി. പൂതനും തിറയും കെട്ടി വന്ന് കളിച്ചിട്ട് പോയി. ഗോപുവിന് എന്തു പേടിയാണ്. അവൾ ഒരിക്കൽ കണ്ടതാണ് പൂതൻ പോയി മുഖം മാറ്റി കുഞ്ഞിയമ്മയോട് വെള്ളം മേടിച്ചു കുടിക്കുന്നത്. നേരം കുറേയും കൂടി കഴിഞ്ഞു. വെയിലാറി. പുത്തൻ കളത്തിക്കാരുടെ കാളയെ കെട്ടി പഠിക്കൽ കൂടി കൊണ്ടുപോയി. വലിയ കാളയാണ്. പള്ളിയാലിൻ്റെ ഇടയിൽ കൂടി കടക്കില്ല. വേലി പൊളിക്കണം. അപ്പേട്ടൻ്റെ അച്ഛൻ നിന്ന് പൊളിച്ചു കൊടുത്തു. അവരുടെയാണ് ആ പള്ളിയാൽ. ദേഹം മുഴുവൻ ചുവന്ന പട്ടിൽ പൊതിഞ്ഞ് വെളുത്ത തലയും കഴുത്ത് നിറച്ച് മണികളുമായി നല്ല ഭംഗിയുള്ള വലിയ കാള. മുത്തച്ഛൻ്റെ കാലത്ത് അവർക്കും കാളക്കെട്ടുണ്ടായിരുന്നു അത്രേ. കേമമായിട്ട് കെട്ടാറുണ്ട്. കുഞ്ഞമ്മ പറഞ്ഞതാണ്. മനക്കലയും തമ്പുരാൻ്റെയും കഴിഞ്ഞ 3ാമത്തെ കാള അവരുടെ ആയിരുന്നു അന്ന്. അച്ഛനായപ്പോൾ 1 കൊല്ലം കഴിയില്ല എന്ന് പറഞ്ഞ് കെട്ടിച്ചില്ല. അങ്ങനെ സ്ഥാനം പോയി. ഇനി കെട്ടിച്ചാൽ ഒടുക്കമേ നിൽക്കാൻ പറ്റുള്ളൂ. ഓഹ്, അച്ഛൻ ഇനിയും എത്തിയില്ല. മണി 7ആയി. അവളും ഗോപുവും നേരത്തെ ചോറ് മേടിച്ചുണ്ട് വേലിക്കൽ സ്ഥലം പിടിച്ചു. ആളുകൾ കാവിലേക്ക് പുറപ്പെട്ടു തുടങ്ങി. സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ആരും ബാക്കിയില്ലാതെ എല്ലാവരും ഇറങ്ങിയിരിക്കുകയാണ്. ഉറക്കെ എന്ന് വിളിച്ചാൽ കേൾക്കുന്ന ദൂരമേ ഉള്ളൂ കാവിലേക്ക്. എന്നിട്ടും അവിടെ ഇതൊക്കെ നടക്കുമ്പോൾ വീട്ടിലിങ്ങനെ അടച്ചിരിക്കുക എന്ന് വെച്ചാൽ ആളുകൾ പോകുന്നത് കണ്ടുകൊണ്ട് സഹിക്കാൻ വയ്യാതായി തുടങ്ങി. അപ്പോഴാണ് അപ്പേട്ടൻ്റെ കൈയും പിടിച്ചുകൊണ്ട് കൊച്ചച്ഛൻ വന്നത്. മണി, വേല കാണാൻ വരുന്നില്ലേ? എന്താ ഈ തൊടിയിൽ ഇങ്ങനെ നിൽക്കണത്? ഞങ്ങളെ കൊണ്ടുപോകാൻ ആരുമില്ല. അച്ഛൻ ഇവിടെ ഇല്ല. കൊണ്ടുപോകാൻ ആളില്ലാത്തതുകൊണ്ട് വേല കാണാണ്ടാന്ന് വെച്ചിരിക്കുകയാണോ? തന്നെ വിടില്ല ചെറിയമ്മ. കൊച്ചച്ഛൻ ഏട്ടൻ്റെ നേരെ തിരിഞ്ഞു. അത് കഷ്ടമല്ലേ മോനെ, ഇവർ 2 പേരെ മാത്രം ഒന്നും കണ്ടില്ലെങ്കിൽ. കുറച്ചു നേരം കൊച്ചച്ഛൻ ആലോചിച്ച് നിന്നു. മണിയൊരു കാര്യം ചെയ്യൂ, ചെന്ന് ചെറിയമ്മയോട് ചോദിക്കൂ, എൻ്റെ കൂടെ വന്നോട്ടെ എന്ന്. സമ്മതിച്ചാൽ ഞാൻ കൊണ്ടുപോകാം. മുഴുവൻ കേൾക്കും മുമ്പേ അവളോടി. ഗോപുവും പോന്നു പിന്നാലെ. ചെറിയമ്മ മേൽ കഴുകി വന്ന് ഉണ്ണാനിരുന്നിട്ടേ ഉള്ളൂ. അപ്പേട്ടൻ്റെ അച്ഛൻ കാവിലേക്ക് പോകുന്നുണ്ട്, ഞങ്ങളെയും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പോവാണ്. സമാധാനം എന്താണെന്ന് കേൾക്കാൻ നിന്നില്ല. ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്ത് അതുപോലെ തന്നെ തിരിച്ചോടി. അപ്പോഴും ഗോപു പിന്നാലെ ഉണ്ടായിരുന്നു. അവൾ പറമ്പിലേക്ക് കയറാതെ നേരെ പടി കടന്ന് വേലിക്കപ്പുറത്തേക്ക് ചെന്നു. കൊച്ചച്ഛൻ അവിടെ തന്നെ നിൽപ്പുണ്ട്. അവർ ചെന്നപ്പോൾ ചോദിച്ചു, പറഞ്ഞില്ലേ? അവൾ മൂളി. അച്ഛൻ കൊണ്ടുപോകുന്നത് പോലെയല്ല കൊച്ചച്ഛൻ്റെ കൂടെ പോയാൽ. പീടികയുടെ മുകളിലൊന്നും കയറ്റാതെ തിരക്കിൻ്റെ ഒത്ത നടുവിൽ കൊണ്ട് നിർത്തി. കാള ഇറങ്ങേണ്ട നേരമായി. 4 കൂടിയിടത്തെ ആ ചുവട്ടിൽ നിന്നാണ് തുടങ്ങുക. അവർ അങ്ങോട്ട് നീങ്ങി. എല്ലാം നിരന്നു തുടങ്ങി. പുത്തൻകളത്തിൽ മുതിർന്ന കുട്ടികളില്ലാത്തതുകൊണ്ട് ഏട്ടനാണ് അവരുടെ കാളയ്ക്ക് വിളക്ക് പിടിക്കുന്നത്. രണ്ടാൾ വേണ്ടതാണ്. ശരിക്കും ഇത് ഏട്ടൻ മാത്രമേ ഉള്ളൂ. പുള്ളിക്ക് ആകപ്പാടെ വലിയ ഉത്സാഹം. ഇതൊക്കെ കാണുന്നത് തന്നെ ആദ്യമായിട്ടാണ്. തട്ടിൽ കയറി കുത്തുവിളക്കും പിടിച്ച് കാളയുടെ കഴുത്തിൽ കൂടി കൈയിട്ട് ചേർന്ന് നിന്നപ്പോൾ എന്തൊരന്തസ്സാണ്. ഉറക്കം വരാതിരിക്കാൻ
മടി നിറച്ച് പൊരി വാരിയിട്ടിട്ടുണ്ട്. 8 കൂടി കാളയെ പൊക്കിയെടുത്തു. സൂക്ഷിക്കണേ അപ്പോയെ, വീടല്ലേ, പിടിച്ചു നിന്നോണം, കൊച്ചച്ഛൻ വിളിച്ചു പറഞ്ഞു. ഏട്ടൻ വലിയ ആളുടെ ഭാവത്തിൽ കീഴ്പോട്ട് നോക്കി ചിരിച്ചുകൊണ്ട് നിന്നു. വരി വരിയായി ചുമപ്പും വെള്ളയും ഇടകലർന്ന കാളുകൾ നിരന്നു നീങ്ങി. കൂട്ടത്തിൽ പറങ്ങോട്ട് നായരുടെ ഇരട്ടക്കാളയും. അതിനാണ് ഏറ്റവും ഭംഗി. തിരക്കിനിടയിൽ രണ്ടുപേരെയും ഓരോ കൈ പിടിച്ച് അപ്പേട്ടൻ കയറിയ കാളയുടെ അടുത്ത് നിന്ന് തെറ്റാതെ കൊച്ചച്ഛൻ നടന്നു. അപ്പേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പൊരിവാരി അവളുടെ മേത്തെറിയും. കൊച്ചിച്ച, എന്നെയും കയറ്റുമോ കാളപ്പുറത്ത്? അസൂയ സഹിക്കവയ്യാതെ അവൾ അവസാനം ചോദിച്ചു. പെൺകുട്ടികൾ കാളയ്ക്ക് വിളക്ക് പിടിക്കേ? ആയി ഇതാദ്യമായിട്ട് കേൾക്കുകയാണ് ഇങ്ങനെ. അവൾ പിന്നെ ഒന്നും പറഞ്ഞില്ല. കൊച്ചച്ഛന് കളിയാണ്. റോഡരികത്ത് വളയും റിബണും ബലൂണും ഒക്കെ വിൽക്കാൻ നിരത്തിയിട്ടുണ്ട്. കൊച്ചച്ഛൻ വളക്കാരൻ്റെ അടുത്തേക്ക് നീങ്ങി 4 ജോഡി കുപ്പിയോളം മേടിച്ചു. ഓരോ കയ്യിലും 4 അവൾ തന്നെ തിരഞ്ഞെടുത്തു. ഇഷ്ടമുള്ളത് നോക്കി. ഗോപുവിനും ഏട്ടനും ബലൂൺ വാങ്ങിച്ചപ്പോൾ അതും 1 വാങ്ങി അവൾക്ക്. ഏട്ടനുള്ളത് കൊച്ചച്ഛൻ പോക്കറ്റിലിട്ടു. കാളകൾ നടക്കൽ നിരന്നു. വെടിക്കെട്ട് തുടങ്ങി. അമിട്ടും മൂളിപ്പൂവും ഒന്നും ഇത്ര നന്നായി ഇതുവരെ കണ്ടിട്ടില്ല. കൂട്ടവെടി പൊട്ടിത്തുടങ്ങിയപ്പോൾ കൊച്ചച്ഛൻ ചോദിച്ചു, പേടിയുണ്ടോ? അവളില്ലെന്ന് പറഞ്ഞു. ഗോപു ഒന്നും മിണ്ടിയില്ല. കൊച്ചച്ഛൻ അവനെ എടുത്തു നിന്നു. കഥന പൊട്ടി തീരുന്നതുവരെ. മരുന്നുപണി കഴിഞ്ഞപ്പോഴേക്കും നേരം കുറയായി. കാളയെ കളിപ്പിക്കാൻ അകത്ത് കടക്കാനുള്ള ഒരുക്കമായി. കുട്ടികളെയെല്ലാം താഴെ ഇറക്കി. ഏട്ടനും അവരും കൂടി ഗോപുരത്തിങ്കലെ മതിലിന്മേൽ കയറി നിന്ന് ചാടിച്ച് തുള്ളിച്ച് മത്സരിച്ച എത്ര നേരമാണ് കളിച്ചത്. തീരും വരെ കണ്ടു നിന്നു. പിന്നെ പതുക്കെ കൂത്തുമാടത്തിൻ്റെ അടുത്തേക്ക് നീങ്ങി. ഇത്ര അടുത്ത് നിന്ന് കൂത്ത് കാണുന്നത് ആദ്യമായിട്ടാണ്. വെളുത്ത ശീലയ്ക്ക് മുന്നിൽ നിഴലുകൾ ചാടിക്കളിക്കുന്നത് കണ്ടു നിന്നാൽ മതിയാവില്ല. നേരെ തിരിയാത്ത ആ പാട്ടും ഇടയ്ക്കിടയ്ക്ക് മറ്റേ ആളുടെ ആ എന്ന ഈണത്തിലുള്ള മൂളലും ഹനുമാനെയും രാവണനെയും എല്ലാം അവൾക്ക് പിടിച്ചു. ഒരു കൊല്ലവും ഇത്ര രസിക്കാറില്ല. വീട്ടിലേക്ക് തിരിച്ചപ്പോൾ കിഴക്ക് വെള്ള വീശി തുടങ്ങി. അവളും ഗോപുവും കൊച്ചച്ഛൻ്റെ ഓരോ കയ്യിൽ തൂങ്ങി. പാതി ഉറക്കമായിരുന്നു ഗോപു. കൊച്ചച്ഛൻ്റെ മേൽ ചാരി കണ്ണ് പകുതി അടച്ചാണ് അവൻ നടന്നിരുന്നത്. വീടെത്തിയപ്പോൾ പടി അടച്ച് കുറ്റിയിട്ടിട്ടുണ്ട്. അപ്പേട്ടനും കൂടി വിളിച്ചു. അകത്ത് വെളിച്ചാനങ്ങി തുടങ്ങി. എൻ്റെ കുട്ടികളെ കൊണ്ടുപോകാൻ നിങ്ങളോട് ആര് പറഞ്ഞു? പരിചിതമായ ശബ്ദം പിന്നിൽ നിന്ന് കേട്ടവൾ ഞെട്ടി തിരിഞ്ഞു നോക്കി. അച്ഛൻ. ആൾത്തിരക്കിനിടയിൽ തല കണ്ടതായി തോന്നിയെന്നവൾ പെട്ടെന്നോർത്തു. ഗോപുവിൻ്റെ ഉറക്കമൊക്കെ പോയി. അവൻ കൊച്ചച്ഛൻ്റെ കൈവിട്ട് മാറി നിന്നു. ആരും പറഞ്ഞില്ല. പതുക്കെയാണ് ചിരിച്ചുകൊണ്ട് കൊച്ചച്ഛൻ പറഞ്ഞത്, പിന്നെ എന്തിനു കൊണ്ടുപോയി? നിങ്ങളുടെ കുട്ടികളെ അല്ല ഞാൻ കൊണ്ടുപോയത്. ഇതിലെ ഞാൻ പോകുമ്പോൾ 2 കുട്ടികൾ വേലിക്കൽ ആശയോടെ നോക്കി നിന്നു. അവരെ കൊണ്ടുപോയി. നിങ്ങളുടെ മക്കളായതുകൊണ്ടല്ല. അപ്പോൾ നാട്ടുകാരെ എല്ലാം കുട്ടികളെ വേല കാണിക്കാൻ നടക്കുകയാണ് നിങ്ങൾ. കുട്ടികളെ കൊണ്ടുപോകാൻ വേറെ ആളില്ലെങ്കിൽ, അവരെൻ്റെ കൂടെ വരാൻ തയ്യാറാണെങ്കിൽ എനിക്കൊരു കാശ് ചിലവില്ലാത്ത കാര്യമല്ലേ? കൊച്ചച്ഛൻ ചിരിച്ചു. ചെറിയമ്മ വന്ന് വാതിൽ തുറന്നു. അവരുടെ കയ്യിലെ റാന്തലിൻ്റെ അരണ്ട വെളിച്ചത്തിൽ സംസാരിക്കുന്നവരുടെ മുഖം കാണാം. ഒന്ന് ക്ഷോഭിച്ച്, മറ്റത് യാതൊരു ചാഞ്ചല്യവുമില്ലാതെ. എൻ്റെ കുട്ടികളെ എൻ്റെ അനുവാദം കൂടാതെ കൊണ്ടുപോകാൻ പാടില്ല. അച്ഛൻ്റെ ഒച്ച ഇത്ര പൊങ്ങി ഇതുവരെ കേട്ടിട്ടില്ല. എന്നാൽ തന്നെത്താൻ കൊണ്ടുപോയിക്കൊള്ളണം. അച്ഛന് ചുണ്ടി കൂടുന്തോറും കൊച്ചച്ഛന് ചിരിയാണ്. അതെൻ്റെ ഇഷ്ടം. ഞാൻ മനസ്സുണ്ടായി കൊണ്ടുപോകും. അവരിങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടാൽ ഇനിയും ഞാൻ കൊണ്ടുപോകും. കൊണ്ടുപോകില്ല നിങ്ങൾ. കൊച്ചച്ഛൻ ഒന്നുകൂടി ഊറിച്ചിരിച്ചു. എന്നിട്ട് അകത്ത് ചെറിയമ്മ നിൽക്കുന്നിടത്തേക്ക് നോക്കി. ഗോപുവിനെ മുമ്പിലേക്ക് നീക്കി നിർത്തി. ഈ കുട്ടി പകുതി ഉറക്കമായതാണ്. അതിനൊന്ന് കൊണ്ടുപോയി കിടത്തും. എന്നാൽ ഞാൻ നിൽക്കട്ടെ, എല്ലാവരോടുമായി പറഞ്ഞ് അദ്ദേഹം ഏട്ടൻ്റെ കൈയും പിടിച്ച് തിരിച്ചു നടന്നു. ശരിക്കും സ്വാതന്ത്ര്യം മനസ്സിനെ എത്രമാത്രം സന്തോഷിപ്പിക്കുമെന്ന് അവൾ തിരിച്ചറിയുന്നത് ഇപ്പോഴാണ് അല്ലേ? കൊച്ചച്ഛനും അപ്പു ചേട്ടനും ഒപ്പമുള്ള ആ യാത്ര, ആ ഉത്സവ കാഴ്ച, ആ കാളകെട്ട്. അവൾ ഈ ഉത്സവമൊന്നും അടുത്തു നിന്ന് കണ്ടിട്ടില്ല. ക്ഷേത്രത്തിന് അടുത്ത് പോയി ഇതിന് മുൻപൊന്നും അവൾ അതൊന്നും കണ്ടിട്ടില്ല. ഇന്ന് അവൾക്ക് വളരെ സന്തോഷമായിട്ടുണ്ടാവും. നമ്മുടെ മനസ്സിലും ആ ഉത്സവം കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒപ്പം അവളുടെ മനസ്സിലെ സന്തോഷത്തേക്ക് നമുക്കും ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞു. രാജലക്ഷ്മി മാഡത്തെ ഒരിക്കൽ കൂടി നമുക്ക് അവരുടെ മുന്നിൽ തലകുനിക്കാൻ തോന്നുന്നു അല്ലേ? ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ലക്കത്തിൽ വീണ്ടും കാണാം.